നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ. ഗിരീൺ എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മയെ കണ്ടോ? ഡോക്ടർ പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷേ ശരീരത്തിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുതെന്നും പറഞ്ഞു. പറഞ്ഞാ കേക്കണ്ടേ? അമ്മ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്റെ വിഷമം. കാളീശ്വരി വിളിച്ച് അമ്മയ്ക്ക് പകരം ഞാൻ പ്രദക്ഷിണം വെച്ച പോരെന്ന് ഗിരീണിനൊന്ന് ചോദിച്ചൂടെ? അങ്ങനെ എന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമായിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്യാൻ മഹിമ സമ്മതിക്കണ്ടേ? മഹിമയോ? അല്ല, കാളീശ്വരി മാറിപ്പോയതാ. കാളീശ്വരി മഹിമ അവർ തമ്മിൽ മാറിപ്പോയോ? ഞാൻ വേറെന്തോ ആലോചിച്ചുകൊണ്ട് സംസാരിച്ചായിരുന്നു. അതൊക്കെ പോട്ടെ, നീ അമ്മ എന്തിനാ ടാക്സി വിളിച്ചു കൊണ്ടുപോയത്? പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോവാനാ? ഇവിടെ കാറ് കിടക്കുന്നത് കണ്ടില്ലേ? നിനക്ക് ലൈസൻസ് ഉള്ളതല്ലേ? ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. വെറുതെ കാലുവേദന മാത്രമുള്ള ഒരാളെ കാറി കയറ്റി ആക്സിഡന്റ് കൂടി വരുത്തി വെക്കണ്ടെന്ന് കരുതി. നിന്റെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. ഡ്രൈവിംഗ് പോലും അറിയാത്ത നീ എങ്ങനെയാ ഡിപ്പാർട്ട്മെന്റിൽ പിടിച്ചു നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോലീസ് ജീപ്പ് എടുക്കേണ്ട ആവശ്യം വന്നാ നീ പെട്ടുപോകുമല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിന് സ്റ്റേഷനിൽ ബിജുക്കുട്ടൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എപ്പോഴും ബിജുക്കുട്ടൻ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ? ഇപ്പം നടന്ന സാഹചര്യം എടുത്തു നോക്ക്. അമ്മയ്ക്ക് കാലുവേദനയ്ക്ക് പകരം സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമായിരുന്നോ? ഒരാൾ ജീവന് വേണ്ടി പോരാടുമ്പോ നീ ടാക്സി വിളിക്കാൻ പോവല്ലേ? കൊള്ളാം. വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെങ്കിൽ നീ ഡ്യൂട്ടി ചെയ്യുമ്പോ അതിനുള്ള സാധ്യത എത്ര കൂടുതലായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ കഴിവുകേട് കാരണം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അതെ, ചിലർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് കാറില്ലാത്തോണ്ടാ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്. 24 മണിക്കൂർ ഈ വീട്ടിൽ ഒരു കാർ കിടപ്പുണ്ട്. അതെടുത്തൊന്ന് ഓടിച്ചു നോക്കാൻ ഇന്നേ വരെ നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇത്രയും കാലം അമ്മ എന്ത് പറയുമെന്ന് പേടിച്ചിട്ടാണെന്ന് കരുതാമായിരുന്നു. ഇപ്പൊ ആ പ്രശ്നവും ഇല്ലല്ലോ. ഇനി സമയം കിട്ടുമ്പോ ആ പുറത്ത് കിടക്കുന്ന കാർ എടുത്തൊന്ന് ഓടിച്ച് പഠിക്കണം. എനിക്ക് കാർ ഓടിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ എന്തോ ഓടിക്കാനാ ഇഷ്ടം? നീ ഇന്നേ വരെ ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറ, നിനക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടോ? ഉണ്ട്. 2 വീലറും കാറും ഒക്കെ ഓടിക്കാനുള്ള ലൈസൻസും എനിക്കുണ്ട്. നിനക്ക് വിമാനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. വെറുതെ അലമാരയിൽ സൂക്ഷിക്കാനല്ലേ? ഇടി പേടിച്ച് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ലപ്പോഴും എങ്കിലും വണ്ടി ഓടിച്ചില്ലെങ്കിൽ പഠിച്ചതൊക്കെ മറക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. മോളെ ഒന്ന് വേഗം വന്നേ. അടുത്തല്ലേ, ഒന്ന് വേഗം വാ. ഞാൻ പ്രദക്ഷിണം വെച്ച് കഷ്ടപ്പെടുന്നത് കാണാനുള്ള ആവേശത്തിലാണെന്ന് തോന്നുന്നു. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്കൊരു ലക്ഷ്യമില്ലേ? അതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നമ്മളല്ലല്ലോ, ഞാനല്ലേ കഷ്ടപ്പെടാൻ പോകുന്നേ. മോള് കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് സന്തോഷമാണെന്നാണോ കരുതുന്നേ? വേറെ വഴിയില്ലാത്തോണ്ടല്ലേ? ഇല്ലെങ്കിൽ മോളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ മോള് വിചാരിക്കുന്ന പോലെ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. അതൊരു ചെറിയ അമ്പലോ, അതുകൊണ്ടേ അവിടെ പ്രദക്ഷിണം വെക്കുന്നത് എളുപ്പാ. കണ്ടു നിൽക്കണ സമയം കൊണ്ടേ 101 ഇതാന്ന് പറയണതിന് മുമ്പ് തീരും. കണ്ടു നിൽക്കാൻ പോകുന്നത് കുഞ്ഞാറ്റയല്ലേ? ഞാൻ 101 പ്രദക്ഷിണമൊന്നും എടുക്കാൻ പോകുന്നില്ല. എനിക്ക് ഇവിടെ ഉള്ളവരെ പോലെ വട്ടൊന്നുമില്ല. ഞാൻ ഒരു പ്രദക്ഷിണം വയ്ക്കും. അത് 101 ആണെന്നങ്ങ് കരുതിയാ മതി. ഇവളൊരു രജനീകാന്തോ. ഒരു തവണ ചെയ്ത 101 തവണ പോലെ അവൻ കഷ്ടം. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ എല്ലാരോടും ഞാൻ 101 തവണ പ്രദക്ഷിണം വച്ചെന്ന് പറഞ്ഞാ മതി. അയ്യോ മോളെ, ഇത് ദൈവത്തിന്റെ കാര്യമാണ്. ഇതിൽ നമ്മൾ ചതി നടത്താൻ പാടില്ല. അയ്യോ, ദൈവകോപം ഉണ്ടാവും. പിന്നെ
ഈ പൂജ നടത്തിയത് തന്നെ മഞ്ജുനെയും ഗിരിയേട്ടനെയും ചതിച്ചിട്ടല്ലേ? ദേവകോപം എന്നൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നിങ്ങളെയൊക്കെ തല പൊട്ടിത്തെറിച്ചാന്. അയ്യോ അതല്ല മോളെ, നമ്മള് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ കാളീശ്വരിയമ്മ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എനിക്ക് ഈ വക അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. പ്രദക്ഷിണം വെച്ചതുപോലെ അഭിനയിച്ചില്ലെങ്കിൽ അമ്മയും ഗിരിയേട്ടനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. എന്ന് കരുതി അവിടെ റൗണ്ട് അടിക്കാനൊന്നും എന്നെ കിട്ടില്ല. മര്യാദക്ക് ഞാൻ 101 പ്രദക്ഷിണം വച്ചെന്ന് പറഞ്ഞോണം. ഞാൻ ഉണ്ട് ചോറിന് നന്ദി കാണിക്കുന്നവളാ മോളെ. ഭാനുമ്മയോട് എനിക്ക് നുണ പറയാൻ പറ്റില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ മഞ്ജുവിന്റെ ഗ്യാസ് ലീക്ക് ചെയ്തും ഇസ്തിരിപ്പെട്ടി കേടുവരുത്തിയും കൊല്ലാൻ ശ്രമിച്ചത് കുഞ്ഞാറ്റയാണെന്ന് ഞാൻ പോലീസിനോട് പറയും. അയ്യോ അയ്യോ, അതറിഞ്ഞ പോലീസ് എങ്ങനെ പെരുമാറുമെന്ന് കുഞ്ഞാറ്റയ്ക്ക് ഊഹിക്കാലോ. എന്താ മോളെ ഇത്? ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്റെ കാര്യം മാത്രം നോക്കിയാ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. ഇല്ലെങ്കിൽ ഒരു പോലീസുകാരിയെ കൊല്ലാൻ ശ്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്താ എന്ത് സംഭവിക്കുമെന്ന് കുഞ്ഞാറ്റ മനസ്സിലാക്കും. അവരുടെ സൽക്കാരം താങ്ങാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ല. അയ്യോ മോളെ ചതിക്കല്ലേ പ്ലീസ്. എന്നാ ഞാൻ പറയുന്നത് കേട്ട് നിന്നോണം. എന്നാ വാ നടക്ക്. നിങ്ങൾ റെഡിയായോ? എന്ന് പോവല്ലേ? അതിന് മോൾ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ? അതെന്താ, എനിക്ക് അമ്പലത്തിലേക്ക് വന്നൂടെ? അയ്യോ അതല്ല, മോക്ക് കോളേജിൽ പോയിട്ട് കൊറേ പഠിക്കാനുള്ളതല്ലേ. വെറുതെ അമ്പലത്തിൽ വന്നിട്ടേ സമയം വെറുതെ പോവില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എത്ര സമയം പോയാലും കുഴപ്പമില്ല. എന്റെ ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയല്ലേ സ്വപ്ന കഷ്ടപ്പെട്ട് പ്രദക്ഷിണം വെക്കുന്നത്. അതിന് പകരമായി കൂടെ നിന്ന് എണ്ണുകയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അല്ലേ സ്വപ്നെ? ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നീ പ്രദക്ഷിണം വെക്കുന്നതിൽ തട്ടിപ്പൊന്നും കാണിച്ചില്ലെന്ന് ഗിരേട്ടനോട് പറയാനൊരാളാവും. ഇല്ലെങ്കിൽ നീ ഒരു പ്രദക്ഷിണം വെച്ചിട്ട് കുഞ്ഞാറ്റെ കൊണ്ട് 101 എടുത്തെന്ന് വീട്ടിൽ പറയിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗിരിയേട്ടൻ പറയും. അല്ലേ കുഞ്ഞാറ്റെ? അതെ.